തിരുവനന്തപുരം പാലോട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതികളെ പിടികൂടി. വയനാട് മേപ്പാടിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, പ്രതികളെ പിടികൂടിയിരിക്കുന്നു, വയനാട്ടിലെത്തിയിരിക്കുന്നു പ്രതികൾ എന്നുള്ള വിവരങ്ങളാണ്. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? പോലീസിനെ 2 ദിവസമായിട്ട് വട്ടം കറക്കുകയായിരുന്നു ഈ പ്രതികളെന്ന് പറയേണ്ടി വരും. കാരണം 28-ാം തീയതി പുലർച്ചെ 4:30 പോയ പ്രതികളാണ് ഇന്ന് അല്പസമയം മുമ്പ്, അരമണിക്കൂർ മുമ്പാണ് വയനാട് മേപ്പാടിയിൽ നിന്ന് ഇവരെ പിടികൂടുന്നത്. അവിടെ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവർ വാടകയ്ക്കെടുത്ത വീടാണ് എന്നാണ് പറയുന്നത്. നമുക്ക് പ്രാഥമികമായ വിവരം അനുസരിച്ച് ഇവരെ ഇവിടെ നേരത്തെയൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്ന ആളുകളാണ്. ഈ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ നേരത്തെയും താമസിച്ചിരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ മേപ്പാടി പോലീസിൽ നിന്ന് ലഭ്യമാവേണ്ടതുണ്ട്. അവര് എപ്പോഴാണ് അവിടെ എത്തിയത്, എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളതൊക്കെ അറിയേണ്ടത്. കാരണം കടക്കലിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളാണ്. അവര് വയനാട് വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം കൂടുതലായും കേന്ദ്രീകരിച്ചിരുന്നത് ഈ കടക്കൽ അവർ രക്ഷപ്പെട്ട സ്ഥലത്ത് തന്നെയായിരുന്നു. കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത്, ഇവർ ഓടി ഒളിച്ച സ്ഥലം എന്ന് പറയുന്നത് അധികം ജനവാസ മേഖലയുള്ള സ്ഥലമല്ല. അല്പം കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഫാം ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലമായിരുന്നു. അവിടെ അങ്ങോട്ട് പോകുന്നു. അവിടെ തന്നെ ഇതിനുള്ളിൽ പ്രദേശത്ത് വെച്ച് തന്നെ ചില ആളുകൾ ഇവരെ കണ്ടതായി മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ആ സ്ഥലം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തിയത്. ഡ്രോൺ ഉൾപ്പെടെയൊക്കെ പരിശോധന നടത്തിയെങ്കിലും പിന്നീട് കണ്ടെത്തിയില്ല. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസിന് അതിന്റെ കാര്യം കൂടുതൽ മനസ്സിലാവുന്നത്. ഇവരിവിടുന്ന് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ തന്നെ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും പോലീസ് മറ്റു സ്ഥലങ്ങളിലും ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. എന്തായാലും 48 മണിക്കൂറിന് ശേഷം 2 പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ പാലോട് പോലീസ് അവിടെ എത്തി അവരെ കസ്റ്റഡിയിൽ വാങ്ങും. നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.